നമസ്കാരം. അജന്ത ട്രേഡേഴ്സ് എന്ന കമ്പനിയുടെ ബാലൻസ് ആയിട്ട് നമ്മൾ ഇനി അടുത്തായിട്ട് ചെയ്യാൻ പോവാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു വർക്കിലെ 13 ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ ചെയ്തു കഴിഞ്ഞിരുന്നത്. അതായത് ഡിസ്കൗണ്ട് റിസീവ്ഡ് ബൈ ക്യാഷ് 650 അല്ലേ, ഇത്രയാണ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി അവിടുന്ന് തൊട്ട് 14 മുതൽ 35 വരെയുള്ള ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഇന്ന് ആൻസർ ചെയ്യാൻ പോണത്. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ 14ാമത്തെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് പർച്ചേസ്ഡ് ഫർണിച്ചർ ബൈ ക്യാഷാണ്. ഫിക്സഡ് അസറ്റാണ് നമ്മൾ വാങ്ങിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫിക്സഡ് അസറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ എവിടെയാണ് ചെയ്യേണ്ടത്? പേയ്മെൻറ്റിലാണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് ഡെബിറ്റ് ഫർണിച്ചർ കൊടുക്കാം. ഫർണിച്ചർ കൊടുത്തു, അണ്ടർ ഫിക്സഡ് അസറ്റാണ്. ഓക്കെ, എത്രയാണ് നമുക്ക് എമൗണ്ട് തന്നിട്ടുണ്ടായിരുന്നത്? നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എമൗണ്ട് തന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ എന്താ എമൗണ്ട് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 8000 ആണ്. അപ്പോൾ നമുക്ക് 8000 കൊടുക്കാം. 8000 കൊടുത്തു. ഓക്കെ, ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് കാണിക്കേണ്ടി വരും എന്തായിരിക്കും? ക്യാഷാണ് വരിക. ഓക്കെ, എൻട്രി മനസ്സിലായല്ലോ. നേരെ എൻട്രി ചെയ്യുക, സേവ് ചെയ്യുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? സോൾഡ് ഫർണിച്ചർ ബൈ ക്യാഷ് അല്ലേ. അതേ ഫർണിച്ചർ, ഇപ്പോൾ നമ്മൾ വാങ്ങിച്ച ഫർണിച്ചർ നമ്മളിവിടെ സെയിൽ ചെയ്യാൻ പോകുന്നു ക്യാഷിന്. എവിടെയാണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ റെസിപ്റ്റിലാണ് ചെയ്യേണ്ടത്. അതേ സംഖ്യയ്ക്ക് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ക്രെഡിറ്റ് എന്താ കൊടുക്കേണ്ടത്? ഫർണിച്ചർ കൊടുക്കുക, 8000 കൊടുക്കുക. സ്വാഭാവികമായിട്ട് ഇവിടെ 0 ബാലൻസ് ആയി വന്നു അല്ലേ. അതേ വിലയ്ക്ക് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, ഡെബിറ്റ് ക്യാഷ് കൊടുക്കുക, സേവ് ചെയ്യാം. അത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് 16ാമത്തെ ക്വസ്റ്റ്യനാണ്. പർച്ചേസ്ഡ് ബിൽഡിംഗ് ബൈ ക്യാഷ് 1,00,000 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫിക്സഡ് അസറ്റാണ്, നമ്മൾ ക്യാഷിനാണ് വാങ്ങുന്നത്. തീർച്ചയായിട്ടും നമ്മൾ പേയ്മെൻറ്റ് തന്നെയാണ് കാണിക്കേണ്ടത്. ഓക്കെ, ബിൽഡിംഗ് കൊടുത്തു, അണ്ടർ ഫിക്സഡ് അസറ്റ് കൊടുക്കുക. ഓക്കെ, എത്രയാണ് വേണ്ടത്? 1,00,000 കൊടുത്തു. ക്രെഡിറ്റ് എന്താ കൊടുക്കേണ്ടത്? ക്യാഷ് കൊടുക്കുക, സേവ് ചെയ്യുക. അപ്പോൾ അതും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, 16ാമത്തെ ക്വസ്റ്റ്യനും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. 17ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് പർച്ചേസ്ഡ് മെഷീനറി ബൈ ക്യാഷാണ്. സെയിം അല്ല, ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് മെഷീനറി പർച്ചേസ് ചെയ്യേണ്ടത്. അപ്പോൾ പേയ്മെൻറ്റിൽ വരിക, മെഷീനറി കൊടുക്കുക. മെഷീനറി അണ്ടർ ഫിക്സഡ് അസറ്റാണ് 10,000. ഓക്കെ, 10,000 തന്നെയാണ്. അതും നമുക്ക് എമൗണ്ട് തന്നിട്ടുള്ളത്. ക്രെഡിറ്റ് ക്യാഷ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് മെഷീനറി കഴിഞ്ഞ ശേഷം വെഹിക്കിൾസാണ് വാങ്ങുന്നത് അല്ലേ. 90,000 രൂപക്കാണ് നമ്മൾ വെഹിക്കിൾസ് വാങ്ങിക്കേണ്ടത്. ഓക്കെ, വാഹനം വാങ്ങിക്കുമ്പോൾ ഫിക്സഡ് അസറ്റാണ് വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. വെഹിക്കിൾ അണ്ടർ ഫിക്സഡ് അസറ്റ് തന്നെയാണ്. നമുക്ക് എമൗണ്ട് വരുന്നത് 90,000 രൂപയാണ് വരുന്നത്. ക്രെഡിറ്റ് ക്യാഷ് കൊടുക്കുക. ഓക്കെ, അതും സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ് നമുക്ക് പറയുന്നത് നോക്കാം. അടുത്തത് വെഹിക്കിൾ കഴിഞ്ഞാൽ പിന്നെ ബിൽഡിങ് സെയിൽ ചെയ്യണം. നമ്മൾ നേരത്തെ വാങ്ങിച്ചല്ലോ ബിൽഡിങ് അല്ലേ. 1,00,000 രൂപയ്ക്ക് ബിൽഡിങ് വാങ്ങിക്കുന്നു. അത് നമ്മൾ അതേ വിലയ്ക്ക് തന്നെ ഇവിടെ സെയിൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് റെസിപ്റ്റിൽ അല്ലേ, സെയിൽസ് ചെയ്യുമ്പോൾ, അതായത് ഫിക്സഡ് അസറ്റ് വിൽക്കുമ്പോൾ നമ്മൾ റെസിപ്റ്റ് കൊണ്ടുപോയിട്ട് ചെയ്യാം. ഓക്കെ, ക്യാഷിനാണ് വിൽക്കുന്നത്, അപ്പോൾ റെസിപ്റ്റ് കൊടുക്കുകയാണ്. ബിൽഡിങ്ങിൻ്റെ എമൗണ്ട് അത് തന്നെയാണ് എമൗണ്ട് ആയിട്ട് കൊടുക്കുന്നത്. നേരെ എൻ്റർ ചെയ്യുക, ഡെബിറ്റ് ക്യാഷ് കൊടുത്ത ശേഷം സേവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആ എൻട്രി നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബിൽഡിങ് വിറ്റ ശേഷം നേരത്തെ വാങ്ങിച്ച മെഷീനറിയും ഇവിടെ സെയിൽ ചെയ്യാൻ പോവാണ് അതേ വിലയ്ക്ക്. ഓക്കെ, അപ്പോൾ അതും നമ്മൾ റെസിപ്റ്റ് തന്നെയാണ് കാണിക്കേണ്ടത്. മെഷീനറി കാണിച്ചു, നമ്മൾ മെഷീനറി വാങ്ങിച്ചത് 10,000 രൂപയ്ക്ക് തന്നെയാണ്. ആ 10,000 രൂപ തന്നെ നമ്മൾ കൊടുത്തു. ഓക്കെ, ക്രെഡിറ്റ് മെഷീനറി കൊടുക്കുക, ഡെബിറ്റ് ക്യാഷും കൊടുത്തു. അപ്പോൾ നമ്മൾ ആ ഒരു റെസിപ്റ്റും ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തായിട്ട് വരുന്ന ഇൻഷുറൻസ് പെയ്ഡാണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഇൻഷുറൻസ് പെയ്ഡ്. അപ്പോൾ അത് 800 രൂപയാണ് ഇൻഷുറൻസ് പെയ്ഡായിട്ട് പോണത്. അപ്പോൾ പേയ്മെൻറ്റ് പോവുക അല്ലേ. നേരെ F5 പേയ്മെൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലാണ് ചെയ്യേണ്ടത്. ഇൻഷുറൻസ് നമ്മൾ ആദ്യം കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? Alt C അടിച്ചിട്ട് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഉണ്ടാക്കി കൊടുക്കുക. ഓക്കെ, അണ്ടർ എന്താണ് വരിക? ഇൻഷുറൻസിൻ്റെ അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് കൊടുക്കുന്നു. 800 കൊടുക്കുക. ക്രെഡിറ്റ് ആയിട്ട് ക്യാഷ് കൊടുക്കുക. ഓക്കെ, പേയ്മെൻറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു.
അപ്പോൾ ഇൻഷുറൻസ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്താൽ അടുത്തതായിട്ട് വരുന്നത് മാനുഫാക്ചറിങ് ചാർജ് പെയ്ഡാണ് 8000 രൂപ അല്ലേ. അപ്പോൾ നമുക്ക് മാനുഫാക്ചറിങ് ചാർജിൻ്റെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി കൊടുക്കുക. മാനുഫാക്ചറിങ് ചാർജ് ഓൾറെഡി ഇതിലില്ല, സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പെൻസ് നമുക്ക് എന്താണ്, ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ 8000 ആണ് നമുക്കതിൻ്റെ എമൗണ്ട് തന്നിട്ടുള്ളത്. അപ്പോൾ അത് കൊടുത്തിട്ട് ക്രെഡിറ്റ് ക്യാഷ് കൊടുത്ത് നേരെ സേവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതും കാണിച്ചു കഴിഞ്ഞു. അടുത്ത് പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി ചാർജ് അല്ലേ. പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി ചാർജ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. 7000 ആണ് നമുക്കതിന് എമൗണ്ട് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടില്ല, അപ്പോൾ അതും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി ചാർജ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് തന്നെയാണ് നമുക്ക് വരിക. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുത്ത ശേഷം 7000 കൊടുക്കുക, ക്രെഡിറ്റ് ക്യാഷ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ എൻട്രി നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് ലോഡിങ് ആൻഡ് അൺലോഡിങ് അല്ലേ. ലോഡിങ് ആൻഡ് അൺലോഡിങ് ചാർജ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. 700 രൂപയാണ് അതിൻ്റെ എമൗണ്ട് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കൊടുക്കാം ലോഡിങ് ആൻഡ് അൺലോഡിങ്. അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് നമുക്ക് കൊടുക്കാം ഡയറക്റ്റ് എക്സ്പെൻസ്. ഓക്കെ, എത്രയാണ് നമുക്കതിൻ്റെ എമൗണ്ട് തന്നിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. 700 രൂപ അല്ലേ. 700 രൂപയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 700 കൊടുക്കാം, ക്രെഡിറ്റ് ക്യാഷ് കൊടുത്തിട്ട് സേവ് ചെയ്യുക. അപ്പോൾ അതും നമ്മൾ കാണിച്ചു. ഇപ്പോൾ പേയ്മെൻറ്റിലാണ് ഇപ്പോൾ ഇതുവരെയൊക്കെ നമ്മൾ കാണിച്ച്. അടുത്തായിട്ട് ബാങ്ക് ചാർജാണ്. ലോഡിങ് ആൻഡ് അൺലോഡിങ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ബാങ്ക് ചാർജാണ്. ബാങ്ക് ചാർജ് പെയ്ഡ് ചെയ്യുന്നത് 70 രൂപയാണ് അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ Alt C അടിച്ചു. ബാങ്ക് ചാർജ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുത്തു. 70 രൂപയാണ്. ക്രെഡിറ്റ് ക്യാഷ് കൊടുക്കുക, സേവ് ചെയ്യുക. ഓക്കെ, അടുത്തായിട്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ചാർജ് പെയ്ഡ് ബൈ ക്യാഷ്. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ അല്ലേ. നമ്മുടെ എംപ്ലോയീസിൻ്റെയൊക്കെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, ഭക്ഷണ താമസ സൗകര്യങ്ങൾ കൊടുക്കണമെങ്കിൽ നമ്മുടെ കമ്പനിക്ക് അതൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ 700 രൂപയാണ് അത് വരുന്നത്. ഓക്കെ, അപ്പോൾ Alt C അടിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ചാർജ് കൊടുക്കാം. ഓക്കെ, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഓക്കെ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുത്തു. ഓക്കെ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുത്ത ശേഷം നമുക്ക് എമൗണ്ട് ഒന്നും കൂടി നോക്കാം. 700 രൂപയാണ്. അപ്പോൾ 700 രൂപ നമ്മളോട് കൊടുത്തു, ക്രെഡിറ്റ് ആയിട്ട് ക്യാഷ് കൊടുക്കുക. അപ്പോൾ അതും നമ്മൾ എൻ്റർ ചെയ്ത് പോയിട്ടുണ്ട്. അടുത്തായിട്ട് ബോണസ് പെയ്ഡ് ആണ് അല്ലേ. ബോണസ് നമുക്കറിയാം, സാലറീൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ അലവൻസൊക്കെ ആയിട്ട് കൊടുക്കുന്നൊരു സംഭവമാണ് ബോണസ്. അപ്പോൾ എംപ്ലോയീസിന് അത് കൊടുക്കുമ്പോൾ നമുക്കതും ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ 800 രൂപയാണ് അതിൻ്റെ എമൗണ്ട് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് കാണിക്കാം. ബോണസ് എന്ന് മാത്രമേ ഞാൻ കൊടുക്കണുള്ളൂ. ബോണസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, 800 രൂപ. ഓക്കെ, ക്രെഡിറ്റ് ക്യാഷ്. അപ്പോൾ എംപ്ലോയീസിന് കൊടുത്തിട്ടുള്ള ബോണസ് നമുക്കൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ അത് കാണിച്ചു. അതേപോലെ അടുത്താണ് ഈ ബോണസിനെ പോലത്തുള്ള മറ്റൊരു സംഭവം TA, അഥവാ ട്രാവലിംഗ് അലവൻസ്, TA പെയ്ഡ്. അപ്പോൾ അതും ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. എംപ്ലോയീസിന് നമ്മളൊരു ആനുകൂല്യമായിട്ട് കൊടുക്കുന്നതാണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതായത് അവരുടെ യാത്രാ ചിലവായിട്ട് അവർക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ 750 രൂപയാണ് അത് പറയുന്നത്. 750 രൂപ കൊടുത്തു, ക്രെഡിറ്റ് ക്യാഷ് കൊടുക്കുക. അപ്പോൾ അതൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് TA എന്ന് പറയുന്നത്. 750 അല്ല, എമൗണ്ട് മാറി കൊടുത്തു. 8000 രൂപയാണ് അതിൻ്റെ എമൗണ്ട് വരുന്നത്. ജസ്റ്റ് നമുക്കൊന്ന് പേജ് പഠിച്ചിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്തു നോക്കാം. 8000. ഓക്കെ, അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞു. 8000 രൂപയാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളത്, പേയ്മെൻ്റ് ആയിട്ട് TA കൊടുത്തിട്ടുള്ളത് അല്ലേ. അടുത്തായിട്ട് ട്രാൻസ്പോർട്ടിംഗ് ചാർജ് ആണ് അല്ലേ. ട്രാൻസ്പോർട്ടിംഗ് ചാർജ് ഉദ്ദേശിക്കുന്നത് ഇവിടെ TA ആയിട്ടല്ല. അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളെ കമ്പനിക്ക് വല്ല ട്രാൻസ്പോർട്ടിംഗ് ചാർജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാനുള്ളതാണ്. കമ്പനി ഒഫീഷ്യലൊക്കെ ആയിട്ടുള്ള എന്തെങ്കിലും യാത്രകളോ കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ ട്രാൻസ്പോർട്ടിംഗ് ചാർജ് എത്രയാണ് പറയുന്നത്, 750 രൂപയാണ്. അപ്പോൾ അതാണ് നമുക്ക് 750 രൂപ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് ട്രാൻസ്പോർട്ടിംഗ് ചാർജ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. 750 അല്ലേ, 750 രൂപയാണ് നമുക്ക് വരുന്നത്. ക്രെഡിറ്റ് ക്യാഷ് കൊടുത്തു, നേരെ സേവ് കൊടുത്തു. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. അടുത്ത് ക്യാരേജ് ഇൻവേർഡ്. നമുക്കറിയാം ക്യാരേജ് ഇൻവേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, നമ്മൾ ഗുഡ്സൊക്കെ പർച്ചേസ് ചെയ്ത സമയത്ത് നമുക്ക് ആ പ്രൊഡക്റ്റുകൾ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ട്രാൻസ്പോർട്ടിംഗ് ചാർജാണ്. തീർച്ചയായിട്ടും നമുക്കതൊരു ഡയറക്റ്റ് എക്സ്പെൻസ് ആയിരിക്കും.
അപ്പോൾ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക കാരേജ് ഇൻവേർഡ്. കാരേജ് ഇൻവേർഡ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണ്, ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. എത്രയാണ് നമുക്ക് കാരേജ് ഇൻവേർഡ് തന്നിട്ടുള്ളത്? 100 ആണ് അല്ലേ. അപ്പോൾ 100 ഇവിടെ ഇട്ട് കൊടുത്തു, ക്രെഡിറ്റ് ക്യാഷ് കൊടുക്കും. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കാരേജ് ഇൻവേർഡിന് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വരുന്നത് എന്താണ്, താഴെ 31ാമതായിട്ട് വരുന്നത് റെൻറ്റ് റിസീവ്ഡ് ബൈ ക്യാഷ്. ഇനി മാറാൻ പോകണം, അതായത് ഇൻകംസ് ആണ് ഇനി വരുന്നത് അല്ലേ. റെൻറ്റ് റിസീവ്ഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് റെൻറ്റ് കിട്ടുകയാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ റെൻറ്റ് റിസീവ്ഡ് കൊടുത്തിട്ടുണ്ടായിരുന്നോ? റെൻറ്റ് റിസീവ്ഡ് ഇവിടെ കൊടുത്തിട്ടില്ല അല്ലേ. റിസീപ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. നമുക്ക് റിസീപ്റ്റ് എടുത്ത് നോക്കുന്ന സമയത്തും നമുക്കവിടെ റെൻറ്റ് വന്നതായിട്ട് കാണുന്നില്ല. ഓക്കെ, റെൻറ്റ് പെയ്ഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം റെൻറ്റ് റിസീവ്ഡ്. അല്ലാതെ നേരത്തെ കൊടുത്ത റെൻറ്റ് പെയ്ഡ് ഒരിക്കലും കൊടുക്കരുത്. ഇത് ഇൻഡയറക്റ്റ് ഇങ്കാണ് കൊടുക്കേണ്ടത്, റെൻറ്റ് റിസീവ്ഡ് കേട്ടോ. അപ്പോൾ റെസിപ്റ്റ് എടുത്തു, ക്രെഡിറ്റ് ആയിട്ട് റെൻറ്റ് റിസീവ്ഡ് കൊടുത്തു. ഇത്രയാണ് നമുക്ക് എമൗണ്ട് തന്നിട്ടുള്ളത്, 1000 ആണ്. അപ്പോൾ 1000 നമ്മൾ ഇട്ട് കൊടുത്തു. ഡെബിറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ക്യാഷാണ്. ഓക്കെ, ക്യാഷ് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. അടുത്തായിട്ട് കമ്മീഷൻ റിസീവ്ഡ് 700 ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ കമ്മീഷൻ റിസീവ്ഡ് കൊടുത്തുകൊണ്ടോ ജസ്റ്റ് നോക്കാം. കമ്മീഷൻ റിസീവ്ഡ് കൊടുത്തിട്ടില്ല, കമ്മീഷൻ പെയ്ഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അല്ലേ. അപ്പോൾ കമ്മീഷൻ റിസീവ്ഡും കൂടി നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് നോക്കാം. ഇൻഡയറക്റ്റ് ഇങ്കാണ്. കമ്മീഷൻ റിസീവ്ഡിൻ്റെ എമൗണ്ട് നമുക്ക് തന്നിട്ടുള്ളത് 700 രൂപയാണ് കമ്മീഷൻ റിസീവ്. അപ്പോൾ അത് നമ്മൾ എന്താണ്, റെസിപ്റ്റ് തന്നെയാണ് ക്രെഡിറ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. ഡെബിറ്റായിട്ട് നമുക്ക് കൊടുക്കേണ്ടി വരിക ക്യാഷ് തന്നെയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. റെൻറ്റ് റിസീവ്ഡ്, നമ്മൾ നേരത്തെ റെൻറ്റ് റിസീവ്ഡ് കൊടുത്തു, അതേ റെൻറ്റ് റിസീവ്ഡ് വീണ്ടും വരികയാണ്. പക്ഷേ എമൗണ്ടിന് മാറ്റേണ്ട 7580 ആണ് വരുന്നത്. അപ്പോൾ ക്രെഡിറ്റ് ആയിട്ട് ഇവിടെ റെൻറ്റ് റിസീവ്ഡ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓൾറെഡി ഉണ്ടല്ലോ അല്ലേ, 7580 തന്നെയല്ല നമുക്ക് എമൗണ്ട് നമ്മൾ കണ്ടിരുന്നത്. ജസ്റ്റ് നമുക്കൊന്നുകൂടി നോക്കാം. ഓക്കെ, 7580 ഡെബിറ്റായിട്ട് ക്യാഷ് കൊടുത്തു, നേരെ സേവ് ചെയ്യാം. അടുത്തതായിട്ട് വരുന്നത് എന്താണ്, പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ക്യാഷ് 1000 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് പർച്ചേസ്ഡ് ഗുഡ്സ് നമുക്ക് എന്താണ്, F9 അല്ലേ, പർച്ചേസിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ പർച്ചേസ് എടുക്കുമ്പോൾ നമുക്ക് എന്താണ് വരിക, ഇങ്ങനെ കാര്യം വരിക. അതായത് ഇത് ഇൻവോയ്സ് മോഡാണ്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ എന്താ ചെയ്യേണ്ടത്, Ctrl+H അടിച്ചിട്ട് മാറ്റണം. അപ്പോൾ Ctrl+Hന് പകരം ഒന്നെങ്കിൽ ഇവിടെ ചേഞ്ച് മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഷോർട്ട് കട്ടായിട്ട് Ctrl+H പ്രസ് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കിട്ടും വായസ് വൗച്ചർക്ക് മാറ്റുക, എന്നിട്ട് ക്രെഡിറ്റ് ആയിട്ട് ക്യാഷ് കൊടുക്കുക. എത്രയാണ് നമുക്ക് ക്യാഷിൻ്റെ എമൗണ്ട് തന്നിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ക്യാഷിൻ്റെ എമൗണ്ട് നമുക്ക് എത്ര തന്നിട്ടുള്ളത്, 1000 ആണ്. ഓക്കെ, അപ്പോൾ 1000 നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി ഡെബിറ്റാണ് നമ്മൾ കൊടുക്കേണ്ടത്, എന്ത്, പർച്ചേസ് കൊടുക്കേണ്ടത്. ഓക്കെ, ഡെബിറ്റ് പർച്ചേസ് കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ആ ഒരു എൻട്രി കഴിഞ്ഞു. ഇനി അവസാനത്തെ എൻട്രിയാണ് നമുക്ക് വരുന്നത് സോൾഡ് ഗുഡ്സ് ബൈ ക്യാഷ് അല്ലേ. തീർച്ചയായിട്ടും നമുക്കറിയാം സോൾഡ് ഗുഡ്സ് ബൈ ക്യാഷ് പറയുമ്പോൾ എന്തായാലും F8 അഥവാ സെയിൽസിലാണ് നമ്മൾ ചെയ്യേണ്ടത്. നേരത്തെ പോലെ Ctrl+H പ്രസ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യണം, വൗച്ചർ മോഡൊക്കെ മാറ്റണം. ഇൻവോയ്സ് മോഡിലല്ല ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്, വൗച്ചർ മോഡിലാണ്. അപ്പോൾ ഡെബിറ്റ് ക്യാഷ് കൊടുക്കുക, ക്രെഡിറ്റ് എന്തെങ്കിലും കൊടുക്കേണ്ടി വരിക, ക്രെഡിറ്റ് സെയിൽസ് ആയിക്കാരം നമുക്ക് കൊടുക്കേണ്ടി വരിക. ഓക്കെ, അപ്പോൾ 800 രൂപയാണ് അതിൻ്റെ എമൗണ്ട്. അപ്പോൾ 800 ഇവിടെ കൊടുത്തിട്ട് ക്രെഡിറ്റ് ആയിട്ട് സെയിൽസ് കൊടുക്കുക, നേരെ സേവ് ചെയ്യാം. ഇത്രയും എമൗണ്ടാണ് ഇപ്പോൾ, ഇത്രയും ട്രാൻസാക്ഷൻസാണ് ഇപ്പോൾ നമുക്കിപ്പോൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു വർക്കിൽ അജന്ത ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു വർക്കിൽ ചെയ്യേണ്ടത്. ഇതിൽ ആദ്യ പാർട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ, ആ ഒരു ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. ഇനി ഇതിൻ്റെ പ്രോഫിറ്റ് ലോസ് കൊണ്ട് നമുക്ക് നോക്കാം എത്രയെന്നുള്ളത്. ഓക്കെ, ഇതിൻ്റെ പ്രോഫിറ്റ് ലോസ് കൊണ്ട് നിങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബുക്ക് വെച്ച് കണ്ടാണ് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കുക. 40,540 നെറ്റ് ലോസാണ് കേട്ടോ. 40,540 ഇതിൻ്റെ നെറ്റ് ലോസ്. നിങ്ങൾ ചെയ്തതിൽ ഇതും അതെന്താണ് വ്യത്യാസം എന്നുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. കണ്ടോ, ഓക്കെ, ഇത് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിൻ്റെ ബാലൻസ് ഷീറ്റ് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്കൊന്ന് ചെയ്ത് കാണിച്ചു തരാം. ബാലൻസ് ഷീറ്റ് ഇതാണ് ഇതിൻ്റെ ബാലൻസ് ഷീറ്റായിട്ട് കിട്ടേണ്ടത്. ഓക്കെ, ഇതിൽ വെഹിക്കിൾ മാത്രമേ ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്ത് പോകാത്തതായിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ അസറ്റും വിറ്റതുകൊണ്ട് അസറ്റിൻ്റെ എമൗണ്ട് ഇവിടെ കാണാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ലോസ് നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ കാണുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കുക. മനസ്സിലായല്ലോ ഇതിൻ്റെ ആൻസർ എത്രയെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് അതായത് അടുത്ത ക്ലാസ് എന്ന് പറയേണ്ടത് ഏതായിരിക്കും, അടുത്തതായിട്ട് നമുക്ക് വരാനുള്ള ADJ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞൊരു വർക്കാണ്. ഇതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതിൻ്റെ ഒരു ക്ലാസ് നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. ഓക്കെ,
ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.